അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ മുതൽ ഈ നിൽക്കണത് സുസുക്കി സാമുറായി. ഒരുവിധം ട്രൂ സ്റ്റോക്ക് അറിയണ ഒരുവിധം എല്ലാവർക്കും ഈ സാധനം അറിയാം. അതായത് ഈ വണ്ടിന് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ മുഖ ഷേപ്പാണ്. ഇത് സെറ്റിന് ഈ മുഖമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സെറ്റിനും ബോക്സ് ടൈപ്പാണ് വരുന്നത്, സുസുക്കി സാമുറായിക്കും ബോക്സ് ടൈപ്പാണ്. പിന്നെ ഷോഗണിനൊക്കെ ഏകദേശം ഇതേ മാസ്ക് ഈ ഒരു ബോക്സ് ടൈപ്പിലായിട്ടാണ് വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് എക്സ്ട്രാ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്ത് പറയാം അതിൻ്റെ ടയറാണ്. ടയറും പിന്നെ അതേമാതിരി നമ്മൾ റിമ്മും 16 ഇഞ്ചാണ്. പിന്നെ വന്നിട്ട് ഈ വണ്ടിമേ ചാമ്പർ ചെയ്തിക്കണ്. അതായത് ഇതെല്ലാറ്റിനും സൂട്ടാവും, ഒരുവിധം വണ്ടിക്കൊക്കെ ചാമ്പർ സൂട്ടാവും. പിന്നെ എടുത്ത് പറയാൻ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഒരു നടുവിലായിട്ടൊരു റെഡ് കളർ കത്തുണ്ട്. പിന്നെ ഇത് വൈറ്റാണ്. പിന്നെ ചെയ്തിട്ടുള്ളത് സെഡിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ, പിന്നെ ഒരു ത്രോട്ടിൽ ചെയ്തിക്കണ്. സെഡിൻ്റെ ഒരു 2 മിറർ കൊടുത്തിക്കണ്. പിന്നെ പറയാൻ വന്നിട്ട് ഒരു ഇഞ്ച് ഹൈറ്റും കൂട്ടിയിരിക്കണ് ഈ വണ്ടിക്ക്. പിന്നെ നമ്മളെ പച്ചപ്പിൻ്റെ അതേ കളറാട്ട വണ്ടിക്ക് കൊടുത്തിക്കണ്. പിന്നെ നമുക്ക് കാര്യമായിട്ട് പറയാൻ വേറെ വർക്ക് എന്ന് പറയാം, ട്വിസ്റ്ററിൻ്റെ മർഗാഡ്. പിന്നെ അതേ വന്നിട്ട് നമ്മളെ ഇത് സെഡിൻ്റെ ഒരു ഇത് കൊടുത്തിക്കണ്, എൻജിൻ കവർ കൊടുത്തിക്കണ്. പിന്നെ RX-ൻ്റെ ആംഗ്രി ബേർഡ്, പലയിടത്തും ഇത് പല മാതിരി പറയുക, ബട്ടർഫ്ലൈ പലയിടത്തും പല പേരാ പറയുക. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ഓവർ ലെങ്ത് ഒന്നുമില്ല. പിന്നെ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ടൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ സോക്കാപ്സർ ചേഞ്ച് ആക്കിയിരിക്കണ്. ഒരു വിധം ഇതിമ ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷനൊക്കെ ഒരു വിധം ഫുള്ള് ചെയ്തിരിക്കണ്. ഇനിയിപ്പോൾ ഇതിമ കയറ്റാൻ വേറെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ബാക്ക് ലുക്ക് ഇങ്ങനെ. പിന്നെ അതേമാതിരി നമ്മളെ സ്പെൻഡറിൻ്റെ ഒരു ബാക്കത്തെ കമ്പി കട്ട് ചെയ്ത് കയറ്റിയിരിക്കണ്. അപ്പോൾ ഗൈസ് പൾസറിൻ്റെ ഡിസ്കും കൂടി ഇതിമ ചെയ്തിരിക്കണം, അതൊന്നും മാത്രം നിങ്ങൾ നോട്ട് ചെയ്യാൻ വിട്ടുപോയി. ഇതാണ് ലുക്ക് വന്നിട്ട്. ഇതിൻ്റെ ചാമ്പറിൻ്റെ സൗണ്ടും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് സൗണ്ട് വന്നിട്ട്. ഇതിൻ്റെ പോണൊരു വീഡിയോ ഉണ്ട്, അതും കൂടി ഞാൻ ഇതിൽ ആഡാക്കാം. നമ്മളെ വീഡിയോ ഇതിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ക്ഷാമമാണ് കണ്ടൻറ്റിന്, അതാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നത്. ഫുൾ വീഡിയോ എടുക്കണമെങ്കിൽ കറക്റ്റ് ഒരു കണ്ടൻറ്റ് വേണം, എന്നാലേ എടുത്തൊരു കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക്. പിന്നെ നിങ്ങൾ ചാനൽ കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ഇതൊക്കെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എത്ര ഉള്ളൂ നമ്മളെ ചെറിയ വീഡിയോ. അപ്പോൾ ശരി ഗൈസ്.